തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകി നേതാക്കൾ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെന്നൈ ചെപ്പോക്കിലും, TVK അധ്യക്ഷൻ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പത്രിക നൽകി. ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യൻ, മുതിർന്ന AIADMK നേതാവ് D. ജയകുമാർ എന്നിവരും പത്രിക നൽകി. മുഖ്യമന്ത്രി M. K. സ്റ്റാലിന്റെയും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമിയുടെയും റോഡ് ഷോകൾ തുടരുകയാണ്. റോഡ് ഷോയായാണ് ഉദയനിധി സ്റ്റാലിൻ റായ്പേട്ടയിലെ കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. ദയാനിധി മാരൻ MPയും ഒപ്പമുണ്ടായിരുന്നു. രണ്ടാം തവണയാണ് ഉദയനിധി ചെപ്പോക്കിൽ ജനവിധി തേടുന്നത്. വൈകിട്ട് മണ്ഡലത്തിൽ ഉദയനിധി സ്റ്റാലിൻ പ്രചാരണവും നടത്തി. ഭരണ തുടർച്ച ഉറപ്പെന്ന് ഉദയനിധി സ്റ്റാലിൻ. Continuously telling this election is between Delhi versus Tamil Nadu, and we are very sure Team Tamil Nadu will win. റോഡ് ഷോയ്ക്ക് ശേഷമാണ് വിജയും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ പത്രിക സമർപ്പിച്ചത്. ചെന്നൈ പെരമ്പൂരിൽ മാർച്ച് 30-ന് വിജയ് പത്രിക സമർപ്പിച്ചിരുന്നു. വൈകിട്ട് 4 മണിവരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയ് പ്രചാരണം നടത്തി. DMK നൽകുന്നത് വെറും വാഗ്ദാനങ്ങൾ മാത്രമെന്ന് വിജയ്. மக்களுடைய தேவைகள் என்னன்னு சரியா புரிஞ்சுக்கிட்டு அதுக்கேற்ற மாதிரி தான் நாம செயல்படுவோம். മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ ഈറോഡും കോയമ്പത്തൂരിലുമാണ് പ്രചാരണം നടത്തിയത്. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഇന്ന് ശിവഗംഗയിലാണ് റാലി നടത്തിയത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല. പട്ടിക വൈകുന്നതിൽ പ്രതിഷേധിച്ച് മാണിക്കൻ ടാഗോർ MP തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.